ഇസ്ലാമില് അറിവിനെ കുറിച്ച് അല്ലെങ്കിൽ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമില് അറിവിനെ കുറിച്ചൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടാണുള്ളത്. അഥവാ ഇത്തരം ആശയങ്ങളിലുള്ള ഇവരൊക്കെയും പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് നേരത്തെ ഉണ്ടായിരുന്നിട്ട് പോലും ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു പ്രധാന പോരായ്മയാണ് എന്നുള്ളതാണ്. എന്താണ് അറിവ്? അറിവിനെ കുറിച്ച് നമ്മൾ വിശാലമായിട്ട് അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ ഒരു കൺസെപ്റ്റ്, യഥാർത്ഥ അറിവ് എന്ന് പറയുന്നത് കേവലം നമ്മൾ വായനയിലൂടെ ലഭിക്കുന്ന അറിവ് അല്ല എന്നുള്ളതാണ്. ഇഖ്റ എന്ന ഒരു ആയത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്ന വിശുദ്ധ ഖുർആന് ഒരു വായനക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്ബോധനമാണെങ്കിൽ അതിന്റെ ബേസ് എന്താണ് എന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട് രണ്ടാമത്തെ, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയിലേക്ക് വരുമ്പോൾ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് പറയുന്നത്. അഥവാ നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമം എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിന്റെ നാഥൻ, നിന്റെ ദൈവം, അതായിരിക്കണം നിന്റെ അറിവിന്റെ അസ്ഥിവാരം എന്നുള്ളതാണ്. ആ പോയിന്റിലൂടെ നമ്മൾ എല്ലാ വിഷയത്തെയും നോക്കി കാണുമ്പോൾ, ഈ പറഞ്ഞ സ്പെസിഫിക് വിഷയത്തെ പോലും നമ്മൾ നോക്കി കാണുമ്പോൾ നമുക്ക് അറിവിന്റെ ഒരു വിശാലതയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്നെ കക്കാടിന്റെ ഒരു കവിതയുണ്ട്, പുസ്തകം വായിച്ചു നീ നേടിയത് അറിവ്, അനുഭവം തന്നത് നിൻ തിരിച്ചറിവ് എന്ന അദ്ദേഹത്തിന്റെ സുന്ദരമായ 2 വരികളുണ്ട്. അഥവാ ഇതാണ് അറിവ്. ഈ അറിവിനെ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഈ അറിവിനെ എങ്ങനെയാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്, അതിന്റെ ബേസ് എന്താണ്, ഇത് മനസ്സിലാക്കുന്നിടത്താണ് ഒരാൾക്ക് സത്യം തിരിച്ചറിയാൻ പറ്റുക, അല്ലെങ്കിൽ സത്യത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ്. ഇനി ഒരു മനുഷ്യന് വിശ്വാസം നൽകുന്ന കരുത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. നമ്മളിവിടെ നാസ്തികതയും വിശ്വാസവും എന്ന ടോപ്പിക്കിലാണ് സംസാരിച്ചിട്ടുള്ളത്. നാസ്തികത എന്താണ് മനുഷ്യന് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മനുഷ്യന് നൽകുന്നത്, വിശ്വാസം എന്താണ് മനുഷ്യന് നൽകുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാസ്തികത എന്താണ് നൽകുന്നത് എന്നത് നേരത്തെ ഇവിടെ പറഞ്ഞ പലരും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആശയപരമായിട്ടുള്ള പല പ്രതിസന്ധികൾ, പല പ്രശ്നങ്ങൾക്ക് മുന്നിൽ മറുപടികളില്ലാതെ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുക, സ്റ്റഗ്നേഷൻ ആണ്. എന്നാൽ ഇവിടെ ഇസ്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ വിശ്വാസം എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു മനുഷ്യനിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ സുന്ദരമായ ഉദാഹരണങ്ങൾ നമുക്ക് ലോകത്താകമാനം കാണാൻ പറ്റും. ഒന്നുമില്ലായിരുന്നു, അല്ലെ, ഒന്നുമില്ലായ്മയിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഈ ലോകത്തൊന്നുമില്ലായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്ത് ഈ ലോകത്തൊരു ഉണ്മയുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് വിശ്വാസത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ പരിണാമ സിദ്ധാന്തം നമ്മളോട് പഠിപ്പിക്കുന്നത്. ഒന്നുമില്ലായിരുന്നു, അവിടെ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. പക്ഷെ വിശ്വാസം പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് ഇവിടെ റബ്ബ് ഉണ്ടായിരുന്നു, ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കരുത്ത് നമുക്ക് നൽകുന്ന ആ ഒരു സ്ട്രെങ്ത് വളരെ വലുതാണ്. അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും, ഒരു മനുഷ്യന്റെ എല്ലാ മേഖലകളിലും അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്.